ജെയ്സ, ഇനി നീ ഇവിടെ നിൽക്കേണ്ട ഒരു കാര്യമില്ല. നീ വാ. എന്താ ജെയ്സ, നീ കണ്ടതല്ലേ? ഹി ഡോണ്ട് വാണ്ട് യു എനിമോർ. അവനവൻ്റെ പ്രൊമോഷനും കാര്യങ്ങളും വലുത്. ഐ ഡോണ്ട് വാണ്ട് യു ടു ഫീൽ സാഡ്, ബട്ട് യു ഷുഡ് അക്സെപ്റ്റ് ദ ട്രൂത്ത്. നീ പറഞ്ഞോണ്ട, ഇല്ലായിരുന്നെങ്കിൽ ഞാനവൻ്റെ അടുത്ത് പോയി 2 പൊട്ടിച്ചേനെ. അതൊന്നും വേണ്ട നോയില്. ഇവിടെ നിൽക്കാനാണോ നിന്റെ പ്ലാൻ? വാ, നമുക്ക് അവൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. അല്ല, ഇപ്പം അവൻ വരാനുള്ള ടൈമായല്ലോ. അവൻ വരട്ടെ. ഇന്ന് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ലേറ്റായിട്ടേ വരത്തുള്ളൂ. നീ എണീക്ക് ജെയ്സ, നമുക്ക് അവനെ പോയി കാണാം. നീ എന്താ ചെയ്യുന്നേ? ഞാൻ എൻ്റെ പപ്പയുടെ അടുത്ത് പോകും. എന്താടാ ഇത്? എനിക്കിനി ഈ വീട്ടിലെന്നല്ല, ഈ കൺട്രിയിൽ പോലും നിൽക്കണ്ട. എനിക്കിനി അയാളെ കാണുകയും വേണ്ട. എടാ, എനിക്കൊരു സഹായം ചെയ്യോ? എന്നെ എയർപോർട്ട് വരെ ഒന്ന് കൊണ്ടാക്കുമോ പ്ലീസ്? ആടാ. ആദ്യം പോയി ഫ്രഷ് ആയിട്ട് വാ. ഓക്കെ പ്ലീസ്, ഒരു 5 മിനിറ്റും കൂടെ പ്ലീസ്. പോയി ഫ്രഷ് ആയിട്ട് പോവാ മിസ്റ്റർ, എന്നിട്ട് നോക്കാം. വൈഫി അതാരാ? സത്യ, ഇയാൾ അബിയുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നല്ലേ? ഈസ് ഹി ചീറ്റിംഗ് ഓൺ മീ? ബേബി ഉറങ്ങിയോ? എനിക്ക് കുറച്ച് വർക്കുണ്ട്, അതുകൂടെ തീർത്തിട്ട് അയാൾ ജോയിൻ ചെയ്യും. ആർ അവൻ്റെ അടുത്തൊന്ന് സംസാരിച്ചിട്ട് വേണ്ട നോയലെ, എനിക്കിനി അയാളെ കാണണ്ട. പിന്നെ നീ അയാളുടെ നമ്പർ ബ്ലോക്ക് ചെയ്തേക്ക്. എന്നെ കാണാതാവുമ്പോൾ അയാൾ നിന്നെ വിളിക്കാൻ ചാൻസ് ഉണ്ട്. ബൈഡാ. കൂക്കി, ഇത്രയും നേരമായില്ലേ, ഉറങ്ങിക്കാണും. ഹലോ, എടാ നീ വീട്ടിലെത്തിയോ? ആ ചേട്ടാ. കൂക്കി ആംഗ്രി മോട്ടില്ല, ഇന്നവ അവൻ്റെ റൂമിൽ കിടന്ന്. ആ, ഞാൻ പറഞ്ഞതിലെന്താ തെറ്റ്? അവൻ ഒടുക്കത്തെ ഡ്രാമറ്റിക്ക. ആ, കുറച്ച് നാൾക്ക് ശേഷം ഈ ഒരു ഡിന്നർ ഡേറ്റ് സെറ്റാക്കി. അതിപ്പോൾ ഇങ്ങനെ ആവുകയും ചെയ്തു. ഞാൻ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു പ്രോജക്റ്റും കൂടി കഴിഞ്ഞാൽ എനിക്കൊരു 2 വീക്ക് ലീവ് വേണം. ആടാ, അതൊക്കെ ഞാൻ സെറ്റാക്കാം. എന്നാ ഓക്കെ ചേട്ടാ, ബൈ. എവിടെ പോയി? നോയൽ, തനിക്കൊരു വിസിറ്റർ ഉണ്ട്. ജെയ്സൺ എവിടെ? എനിക്കറിയില്ല. ഐ നോ, നിനക്കറിയാം ജെയ്സൺ എവിടെയാണെന്ന്. പ്ലീസ്, നീ കാരണോ ജെയ്സൺ ലണ്ടനിൽ പോയി? വാട്ട്?
സൂര്യ, ഹാപ്പി ബർത്ത്ഡേ കുട്ട. ആ, താങ്ക് യു. വാ, ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ദോസ്ത്. അങ്ങ് കൊറിയയിൽ നിന്ന് എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നയാ. ഓ, ഹായ്, നൈസ് ടു മീറ്റ് യു. ഹായ്. അപ്പോൾ കേക്ക് കട്ടിങ് ആരംഭിച്ചാലോ? എനിക്ക് വിശക്കുന്നു. അതിൻ്റെ അകത്ത് കുക്കപ്പുഴാണോ അതോ എൻ്റെ കൊച്ചാണോ? സംശയം വേണ്ട, കൊക്കപ്പുഴുവായ നിങ്ങളുടെ കുട്ടി തന്നെ. ഊക്കരെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഏയ്, ഇനി ഒരാളും കൂടെ വരാനുണ്ട്. അതാരാ? എൻ്റെ സോൾ. ഓ, അവൻ എത്തിയെന്ന് തോന്നുന്നു. Guys, meet my soulmate. Hi. Happy. Hi, nice to meet you. Nice to meet you too. അപ്പോൾ താനാണ് അപ്പോടെ ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? എല്ലാരും വന്ന സ്ഥിതിക്ക് നമുക്ക് ആ കേക്ക് കട്ട് ചെയ്താലോ? Happy birthday to you. Happy birthday to you. Happy birthday dear Appu. Happy birthday to you. അല്ല, ജെയ്സൺ അഭിനവിനെ പരിചയമില്ലേ? ഐ മീൻ, നിങ്ങൾ രണ്ടുപേരും അപ്പുവിനെ പരിചയപ്പെടുന്നത് കൊറിയ വെച്ചിട്ടല്ലേ? ആൻഡ് നിങ്ങൾ രണ്ടുപേരും അപ്പുവിടെ ഫ്രണ്ട്സ് ആണ്. സോ Yeah, we know each other. He is my boyfriend. അപ്പോൾ നിങ്ങൾ ബോയ് ഫ്രണ്ട്സ് ആയിരുന്നോ? Was. I was your boyfriend. ഡാ, നീ ഇയാളെ വിളിക്കാമെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ വരില്ലായിരുന്നു. ഡാ, നിങ്ങൾ എന്തെങ്കിലും ഉണ്ട്? നിർത്തപ്പൂ, മതി. ഇനി എന്താ? കുക്കി, മാറ്, വിടടോ, വിട്, ശേ, വിട്. കുക്കി പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട കുക്കി പ്ലീസ്. നീ വിചാരിക്കുന്ന പോലെ അല്ല. പിന്നെ എനിക്കറിയാൻ തനിക്ക് ആ കുട്ടിയെ ഇഷ്ടമാണെന്ന്. താൻ ഇനി ഉരുണ്ട് കളിക്കൊന്നും വേണ്ട. എനിക്ക് താൻ പറയുന്ന കേൾക്കേ വേണ്ട. കുക്കി, ഞാൻ യു ലിസൺ ടു മീ. ആക്ച്വലി ഞാനാണല്ലോ മെസ്സേജ് ഇട്ടത് ആൻഡ് ഐ വാണ്ട് ടു ക്ലിയർ ഇറ്റ്. ഞാൻ ലെനയല്ല ഉദ്ദേശിച്ചത്, തന്നെയാ. തനിക്ക് ഈ കാര്യം ഓർമ്മയുണ്ടോയെന്നറിയില്ല. ഒരു നൈറ്റ് അബി ലെനയെ ഡ്രോപ്പ് ചെയ്തെന്നും പറഞ്ഞ് താൻ അവൻ്റെ അടുത്ത് പിണങ്ങി. ആ നൈറ്റ് തന്നെ താൻ അവിടെ നിന്നിറങ്ങി തൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. ആൻഡ് യു വെയർ സോ മാഡ് അറ്റ് ഹിം. സോ ഐ തോട്ട് യു ആർ ഡ്രാമാറ്റിക്. ഞാൻ തന്നെയാ വൈഫിന്ന് ഉദ്ദേശിച്ച്. ഐ എം സോ സോറി ഫോർ ദാറ്റ്. എൻ്റെ ഒരു മെസ്സേജ് കാരണം ഇത്രയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഐ എം സോറി അബി. ഐ എം സോറി ജെയ്സൺ.
ഐ തിങ്ക് ഐ ഷുഡ് ലീവ് നൗ. ബൈ. ആ ചേട്ടാ ബൈ. ഓ ആൻഡ് വൺ മോർ തിങ്, ലെന ഈസ് മൈ ഗേൾ ഫ്രണ്ട്. സോ യാ ബൈ. തനിക്ക് ഇനിയും ഡൗട്ടുണ്ടോ? എങ്കിൽ തനിക്ക് എന്നെ വിളിച്ച് ചോദിക്കാം. ആ പോയത് അവളുടെ ബോയ് ഫ്രണ്ട്. ഐ എം സോറി. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു ചേഞ്ച്. ഇറ്റ്സ് ഓക്കെ. എനിക്ക് ഡ്രാമറ്റിക് ഇങ്ങനെ കൂടുതൽ ഇഷ്ടം. സോ ഒരുപാട് ലേറ്റായി. ഷാൽ വി സ്ലീപ്? നോ. ഐ തിങ്ക് ഐ ഷുഡ് ഗിവ് യു ആൻ അപ്പോളജി. അതൊന്നും സാരമില്ല കുക്കി. അപ്പു അവരുടെ ഒരു വിവരമില്ലല്ലോ. അതാ ഞാനും ആലോചിക്കുന്നത്. വിളിക്കുന്നതുമില്ല, വിളിച്ചിട്ടാണെങ്കിൽ ഒട്ടും ഫോണും എടുക്കുന്നില്ല. എന്തായി? എന്താവാൻ, വിളിച്ചിട്ട് ഫോൺ എടുക്കണ്ടേ? ഓ ഞാൻ ഇറങ്ങിയാണേ, ലേറ്റായി. ആമി, അല്ല നിങ്ങൾ തമ്മിൽ എന്താ പ്രോബ്ലം? ഒന്നും പറയണ്ട എൻ്റെ അപ്പു. എൻ്റെ എക്സ് എന്നെ ഒന്ന് വിളിച്ചായിരുന്നു. അവൾ എന്നെ മീറ്റ് ചെയ്യണമെന്നും പറഞ്ഞു. അവളുടെ നമ്പർ ഞാൻ ഡിലീറ്റ് ആക്കാത്തതിൻ്റെ വലിപ്പ. അവൾ എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ തന്നെ എൻ്റെ കയ്യിലുള്ള നമ്പറുള്ള കാര്യം അറിഞ്ഞു. ആ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ സെറ്റാക്ക്. ഇത് കുറച്ച് കൂടിപ്പോയപ്പോൾ എനിക്ക് എണീക്കാൻ പോലും പറ്റുന്നില്ല. ഇറ്റ് വാസ് ആൻ അപ്പോളജി ഗിഫ്റ്റ് റൈറ്റ്? നീയല്ലേ പറഞ്ഞ് എന്തുകൊണ്ട് ചെയ്തോ ഐ ഡോണ്ട് മൈൻഡ് എന്നും പറഞ്ഞ് ഇന്ന് ഫുള്ള് താൻ റെസ്റ്റ് എടുത്തു. ഒരു ദിവസത്തെ റെസ്റ്റ് കൊണ്ടൊന്നും തീരൂല. ഇഫ് യു വാണ്ട് എനിത്തിങ് ജസ്റ്റ് ടെൽ മീ. എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണമായിരുന്നു. അതിനെന്താ, വാ. ആമി, തനിക്കൊരു വിസിറ്റർ ഉണ്ട്. ആമി പ്ലീസ്, ആമി. ഐ എം സോ സോറി. മനഃപൂർവ്വം അല്ല, എനിക്ക് അറിഞ്ഞുകൂടെയിരുന്നു അവളുടെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലുള്ള കാര്യം. വാട്ട്സ് ഗോയിങ് ഓൺ? നത്തിങ്. മതി മതി, നിർത്ത്. Did you forgive me? ഇല്ല, കരയരുത്. ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ഐ വിൽ തിങ്ക് അബൌട്ട് ഇറ്റ്. എന്തുവാണോ ഞാൻ ചെയ്യാം. സൂര്യ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനും. എന്താ? ഒന്നുമില്ല. തീർന്നു. ഇനി നീ ഇയാളെ കാണണമെന്ന് പറഞ്ഞു വിളിച്ച ഇതിനപ്പുറം ട്രീറ്റ്മെന്റ് ഞാൻ നിനക്ക് തരും, കേട്ടല്ലോ. യു പാടി. ആമി.